എല്ലാവർക്കും നമസ്കാരം. ബാംഗ്ലൂരിൽ തേരാപ്പാരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്നൂർ ഏരിയ ആണ്. അതായത് ഹോർമാവോക്കാരയിൽ നിന്ന് ഹെന്നൂർക്ക് വരുന്ന ആ ഒരു റൂട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, അതിൻ്റെ ഈ ബ്ലോക്കാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഹോർമാവോക്കാര റോഡിൽ നിന്ന് ന്യൂ എയർപോർട്ട് റോഡിലേക്കാണ് കയറിയേക്കുന്നത്. ഈ ഒരു റോഡ് എയർപോർട്ടിൽ നിന്ന് കറക്റ്റ് ഹെന്നൂർ റൗണ്ട് അബൌട്ട് വരെ വരുന്ന ഒരു റോഡാണ്. അതായത് ഔട്ടർ റിങ്ങിൽ ഹെന്നൂർ ജംഗ്ഷൻ വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്ന റോഡാണ്. നമ്മൾ പോകുന്നത് ഹെന്നൂർ ഔട്ടർ റിങ് റോഡ് ഭാഗത്തേക്ക് തന്നെയാണ്. ഇന്ന് പതിവിലും കൂടുതൽ ട്രാഫിക് ഉണ്ട്, ശനിയാഴ്ച ദിവസമാണ്, അതുകൊണ്ടാവണം. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ വലിയ ബിൽഡിങ് ഡിമാർട്ടാണ്. അതിൽ 2-3 നില മാത്രമാണ് ഡിമാർട്ട്, ബാക്കി വേറെന്തോ സംഭവമാണ്. നമുക്കിപ്പം ഈ ഒരു ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ആവശ്യ സാധനങ്ങൾ, അതായത് വീട്ടിലെ ഗ്രോസറീസ് സാധനങ്ങൾ, ഇതെല്ലാം വില കുറഞ്ഞിട്ട് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. ഗ്രോസറീസ് സാധനങ്ങൾ മാത്രമല്ല, അതായത് തുണി, മെറ്റീരിയൽ, പാത്രങ്ങൾ പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്നത് ഡിമാർട്ടിൽ നിന്ന് തന്നെയാണ്. എല്ലാ ദിവസവും 365 ദിവസവും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എലങ്ക ഡിമാർട്ടിൽ പോയപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അതിൻ്റെ ഒരു ലിങ്ക്. നമ്മുടെ നേരെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്നൂർ ഫ്ലൈ ഓവറാണ്. നമ്മൾ ഫ്ലൈ ഓവർ കയറുവാണെങ്കിൽ നമ്മൾ നേരെ ചെന്നിറങ്ങുന്ന ബനസ്വാടി പോകുന്ന ആ റൂട്ടിലാണ്. പക്ഷെ നമ്മൾ ഫ്ലൈ ഓവർ കയറുന്നില്ല, അടിയിൽ കൂടാണ് പോകുന്നത്. നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെന്നൂരിൽ നിന്ന് ഹെബ്ബാൾ പോകുന്ന റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഹെബ്ബാളിലേക്ക് പോകാൻ ഈ ഒരു അണ്ടർ ബ്രിഡ്ജിൻ്റെ, അതായത് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ചെന്നിട്ട് റൈറ്റ് എടുത്ത് വേണം പോകാനായിട്ട്. അവിടെ നിന്ന് നേരെ പോകുകയാണെങ്കിൽ നമുക്ക് കമ്മനഹള്ളി ഏരിയ പോകാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം റൂട്ട്. നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ കറക്റ്റ് അടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്ത് പോകും. നേരെ പോകുകയാണെങ്കിൽ കമ്മനഹള്ളി ഏരിയയിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മേളിൽ കൂടെ പോയാൽ ബനസ്വാടി ഏരിയയിലേക്ക് പോകാം. അതുപോലത്തെ ഇവിടുന്ന് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. ഈ ഒരു റൂട്ട് പോയാലും ബനസ്വാടിയിലോട്ട് പോകാൻ പറ്റും. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയൊരു പാർക്കാണ്. അവിടെയാണ് പിള്ളേർക്ക് കളിക്കാനുള്ള സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ BDA പാർക്ക് എന്നാണ്. ഇപ്പോൾ കുറച്ചുകൂടെ അപ്പുറമാണെങ്കിൽ ഇത്തിരിയുടെ വലിയൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം മെയിൻ റോഡിനുള്ളിലേക്ക് കയറിയത് തന്നെ. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ ഒരു പാർക്ക്. ഈ ഒരു പാർക്കിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്നൂർ കേരെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിലുള്ളൊരു പാർക്കാണ്. ഒരു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഒരു കാടിനുള്ളിൽ കയറുന്ന പോലെ, അത്ര തിക്നെസ് അല്ല, എന്നാൽ അത്യാവശ്യം ഒരു കാട് പോലത്തെ മാൻമെയ്ഡ് ഫോറസ്റ്റ് പോലത്തെ ഒരു തിക്നെസ് ഉള്ളൊരു പാർക്കാണ്. ചെറിയൊരു കടയോ വീടോ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് അകത്ത്. ഇതുവഴിയാണ് അതിൻ്റെ എൻട്രൻസ് കാണിച്ചേക്കുന്നത്. നമ്മളെന്തായാലും അതിന് ഉള്ളിലേക്ക് പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ബാംഗ്ലൂരിലത്തെ റോഡിൻ്റെ അവസ്ഥ. സൈഡിലെ വേസ്റ്റ് പൊടി കണ്ട, പൊടി ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. കാരണം ഇവർ റോഡാണെങ്കിൽ ഫുള്ള് ഈ വീട് പണി നടക്കുന്നതിൻ്റെ വേസ്റ്റ്, മെറ്റൽ, പൊടി, എല്ലാ സാധനം അധികം വരുന്ന എല്ലാ റോഡിൽ കൊണ്ടിടും. പിന്നെ അതിൻ്റെ മേളിൽ ടാറും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ പൊടിയാണ്. ബാംഗ്ലൂർ ഫുള്ള് ഏത് മെയിൻ റോഡ് എടുത്താലും ഭയങ്കര പൊടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി അത്യാവശ്യം കുറവാണ്. പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെയല്ല, ഭയങ്കര പൊടിയാണ്. നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന് മുഖം കഴുകുമ്പം മുഖത്തുനിന്ന് വീഴുന്ന വെള്ളം നല്ല കറുത്ത കളറിലാണ് വീഴുന്നത്. അമ്മാതിരി പൊടിയാണ് ബാംഗ്ലൂർ കംപ്ലീറ്റ്. വണ്ടികളുടെയൊക്കെ സ്പെയേഴ്സ് കിട്ടുന്നൊരു കടയാണത്, അതായത് സെക്കൻഡ് ഹാൻഡ് സ്പെയേഴ്സ്. നമ്മളിപ്പോൾ വന്ന് കയറിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗവര മെയിൻ റോഡാണ്.
നമ്മൾ മെയിൻ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഉള്ളിലത്തെ റോഡിൽ കൂടെ കയറിയാണ്. പിള്ളേരൊക്കെ അവിടെ നിന്ന് ഏറുപന്ത് കളിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ നമ്മുടെ വീട്ടിനടുത്തുള്ള വയലിൽ പോയിട്ട് കളിക്കുമായിരുന്നു. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വേസ്റ്റ് കൊണ്ട് നിറച്ചിട്ടേക്കുന്നുണ്ടോ. നമ്മളങ്ങനെ വീണ്ടും എന്താ പറയുക, ആ ഹെന്നൂരിൽ നിന്ന് ഹെബ്ബാളിലേക്ക് പോകുന്ന ആ റൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാന്യത ടെക് പാർക്കിൻ്റെ അടുത്തായിട്ടുള്ള ഭാഗമാണ്. ഇവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ പില്ലറൊക്കെ കണ്ടിരുന്നത് നല്ല ഡിസൈൻ ചെയ്തത്. അതായത് ടെക് പാർക്കിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ അങ്ങനത്തെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പുറത്തേക്കാണെങ്കിൽ മെട്രോയുടെ പണിയാണ് ഇവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു ബ്ലൂ ലൈൻ ആണെന്ന് തോന്നുന്നു. ബ്ലൂ ലൈനിൻ്റെ മെട്രോ വർക്കാണ് നടക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓഫീസാണ്. അത്യാവശ്യം വലിയൊരു ബിൽഡിങ്ങാണ്. ഞാൻ ഇവിടെ കുറേ ഭാരത് ഇലക്ട്രോണിക്സ് എന്നും പറഞ്ഞിട്ടിങ്ങനെ ഒരു ഇലക്ട്രോണിക്കിൻ്റെ ഷോപ്പ് ഓഫീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ ഇലക്ട്രോണിക് കമ്പനിയാണത്. അപ്പം നമ്മൾ ഇവിടെ വരെ വന്നത് ഈ ഒരു സംഭവം കാണിച്ചു തരാനാണ്. വണ്ടി എന്തായാലും ഇവിടെ വെക്കാം, വണ്ടി അപ്പുറത്ത് കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല. സംഭവം ഞാൻ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. ഇത് ശരിക്കും ഒരു ഫ്ലൈ ഓവറാണ്. അപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലുള്ള സ്പേസ് അവർ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LTTS വൈൽഡ് അരീന എന്ന് പറഞ്ഞിട്ടാണ്. ഇത് കണ്ടോ, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് വൈൽഡ് അരീന വീരാനപ്പാളയ L&T ടെക്നോളജി. എനിക്ക് തോന്നുന്നു അവരാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ആനയുടെ പടവും കർണാടക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മോർ എലിഫൻസ് ദാൻ എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആൻഡ് എനി കൺട്രി ഇൻ ഏഷ്യ. അതായത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആനയുള്ളത് ഇവിടെയാണെന്നാണ് പറയുന്നത്, കർണാടകയിലാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഇവിടെ ഇരിക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂഫിംഗ് ഉണ്ടോ, റൂഫിംഗ് ഒക്കെ ഒരു വെറൈറ്റി രീതിയിലാണ് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ചെയ്തേക്കുന്നത്. ആ ഒരു വൈൽഡ് തീമിൻ്റെ ഫീല് കിട്ടാനായിട്ട്. അല്ല ഇപ്പറ സൈഡിലാണെങ്കിൽ ഒരു ആനയും ആനക്കുട്ടിയും ഉണ്ട്. അത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം, അപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഒരു ആനയുടെ ആനക്കുട്ടിയുടെയും രൂപം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെന്ത് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു മെറ്റൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നത്. കണ്ടിട്ട് തുരുമ്പൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു പില്ലറിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് കുറേ ആനയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ ആൾക്കാർക്ക് വൈകിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഈ റോഡിലെ പൊടി കാരണം നമുക്കങ്ങനെ ഇരുന്ന് ആസ്വദിക്കാനുള്ളൊരു ഇത് കിട്ടൂല. കാരണം നല്ല പൊടിയാണ് ഈ ഒരു ഏരിയയിലൊക്കെ. കറക്റ്റ് ഒരു സെൻറ്ററിലായതുകൊണ്ട് തന്നെ അപ്പുറ വശത്തുമുണ്ട്. ഇവിടുന്ന് അപ്പുറ വശം പോകാൻ എന്താണൊരു വഴി നോക്കട്ടെ. കറങ്ങി പോകേണ്ടി വരും. ഞാൻ എന്തായാലും കറങ്ങി വന്ന് അപ്പുറത്തെ വശവും കൂടെ കാണിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇത് ഇപ്പുറ വശത്തെ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗമാണ്. ഇവിടെ ജസ്റ്റ് ഒരു പോത്തോ എന്തിൻ്റെ ഒരു രൂപമാണ് അവിടെ കാണിച്ചേക്കുന്നത്. കുറച്ചുകൂടി അപ്പുറത്തെ സൈഡിലെ പോലെ പാർക്ക് പോലെ ചെയ്തിട്ടേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഉണ്ടോ ഒരു പുലിയുടെ രൂപത്തിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി കയറാൻ പറ്റില്ല, അപ്പുറത്തൂടെ കയറാൻ പറ്റുള്ളൂ. ഇവിടെയാണെങ്കിൽ അപ്പുറത്തെ ആനയാണെങ്കിൽ ഇവിടെ അവർ പുലീനെ ബേസ് ചെയ്തിട്ടാണ് തീം ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു പുലിയുടെ രൂപം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് എഴുതിയേക്കുന്ന പോലെ ഒരു പുലിയുടെ ഫോട്ടോ എടുത്ത് കർണാടക എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മോർ ടൈഗേഴ്സ് ദാൻ എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആൻഡ് എനി നേഷൻ ഓൺ എർത്ത്. എർത്തിലെ തന്നെ ഏതൊരു സ്ഥലത്തിനേക്കായി ഏറ്റവും കൂടുതൽ പുലിയുള്ളത് കർണാടകയിലാണെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതുണ്ട് ഇവിടെയാണെങ്കിൽ മറ്റേ പുലിക്കളിയും അതുപോലത്തെ ഒരു ഭദ്രകാളിയാണെന്ന് തോന്നുന്നു. ഒരു ദൈവത്തിൻ്റെ പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട്. എന്തോ പരിപാടി പുലിക്കളി നടക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് കൊട്ടുന്നതും, അതായത് ചെണ്ടയും കാര്യങ്ങളൊക്കെ കൊട്ടുന്നതും, കുറേ പേര് കൈകൊട്ടി ആഘോഷിക്കുന്നതും, അങ്ങനത്തെ ഒരു തീമിലാണ് ഇവിടെ ഒരു ഫോട്ടോ എടുത്തേക്കുന്നത്.
അപ്പോൾ ഈ ഒരു LTTS വൈൽഡ് അരീന എന്ന് പറയുന്നത് ഈ ഒരു 2 ഭാഗമാണ്. ഇത് കറക്റ്റ് ഒരു മെയിൻ റോഡിൻ്റെ ഫ്ലൈ ഓവറിന് അടിയിൽ സെറ്റ് ചെയ്തേക്കുന്ന സംഭവമാണ്. എന്തായാലും നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം.